നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റൈനിൽ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ പൊതുവിദ്യാലയങ്ങളിൽ രക്ഷാകർതൃ പ്രവേശന ദിനം ആഘോഷിക്കാൻ നിർദ്ദേശിച്ച് ബഹ്റൈൻ കിരീടാവകാശി. രക്ഷിതാക്കളെയും കുട്ടികളെയും പുതിയ അധ്യയന വർഷത്തെപ്പറ്റിയും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും സമഗ്രമായി ബോധവൽക്കരിക്കുന്നതിനായാണ് പൊതുവിദ്യാലയങ്ങളിൽ ഈ പരിപാടി നടത്തുന്നതിന് ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ വിദ്യാഭ്യാസ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയത്. ഇന്നലെ ഗുദൈബിയ കൊട്ടാരത്തിൽ നടന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി മുന്നൊരുക്കങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. സ്കൂൾ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷ, പരിസര ശുചീകരണം എന്നിവ ഉറപ്പുവരുത്താൻ സജ്ജീകരണങ്ങൾ നടക്കുകയാണ്. പുതിയ അധ്യയന വർഷം മികവുറ്റതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യത്തുടനീളം നടന്നുവരുന്നത്. ജിദ്ദയിൽ നടന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ വിദേശകാര്യമന്ത്രിമാരുടെ കൌൺസിൽ യോഗത്തിൽ ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി പങ്കെടുത്തു. തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അംഗരാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും OIC സെക്രട്ടറി ജനറൽ ഹിസൈൻ ഇബ്രാഹിം തഹയും പങ്കെടുത്തു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയോടെ അധിനിവേശ പ്രദേശങ്ങളിലെ പലസ്തീൻ ജനതയുടെ ദുരിതത്തിലും നിലവിലുള്ള മാനുഷിക പ്രതിസന്ധിയിലും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ആഴത്തിലുള്ള ആശങ്കയാണ് ഈ കൂടിക്കാഴ്ച പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഡോക്ടർ അൽ സയാനി പറഞ്ഞു. മേഖലയിലെ സമാധാനം, സുരക്ഷ, സുസ്ഥിര സ്ഥിരത എന്നിവ മുന്നിൽ കണ്ട് പലസ്തീന് ബഹ്റൈന്റെ ഉറച്ച പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരത്തിലെത്താൻ എല്ലാ കക്ഷികളും തമ്മിലുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഘർഷം അവസാനിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെ മാനിക്കുന്നതിനും ബന്ദികളെ വേഗത്തിൽ മോചിപ്പിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും മേഖലയിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഐക്യരാഷ്ട്രസഭയുമായും സുരക്ഷാ കൌൺസിലുമായും ചേർന്ന് ഏകീകൃത നയതന്ത്ര നടപടി സ്വീകരിക്കണമെന്നും ബഹ്റൈൻ ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിലിപ്പീൻസിൽ HIV കേസുകളുടെ വർധനവിനെക്കുറിച്ച് പ്രാദേശിക അന്താരാഷ്ട്ര ആരോഗ്യ റിപ്പോർട്ടുകൾ ആശങ്ക അറിയിച്ച സാഹചര്യം കണക്കിലെടുത്ത് ഫിലിപ്പീനോ വീട്ടുജോലിക്കാരെ ബഹ്റൈനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന അടിയന്തര പ്രമേയവുമായി MP മുഹമ്മദ് അൽ അഹമ്മദ് രംഗത്ത്. ഈ സാഹചര്യത്തിൽ ബഹ്റൈൻ പൌരന്മാരുടെയും താമസക്കാരുടെയും ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യമെന്നും അൽ അഹമ്മദ് പറഞ്ഞു. ഈ നിർദ്ദേശം മുൻകരുതൽ എന്ന നിലയിലുള്ള ഒരു താൽക്കാലിക നടപടിയാണെന്നും MP കൂട്ടിച്ചേർത്തു. ഫിലിപ്പീൻസിലെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും അന്താരാഷ്ട്ര ആരോഗ്യ സംഘടനകൾ രോഗവ്യാപനം നിയന്ത്രണ വിധേയമായി ഉറപ്പു നൽകുകയും ചെയ്യുന്നതുവരെ ഈ താൽക്കാലിക വിലക്ക് തുടരും. പകരം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വീട്ടുജോലിക്കാരെ നിയമിക്കുന്നത് പരിഗണിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഏഷ്യയിൽ HIV കേസുകളിൽ ഏറ്റവും വേഗത്തിലുള്ള വർധനവ് രേഖപ്പെടുത്തുന്നത് ഫിലിപ്പീൻസിലാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ സമീപകാല റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഫിലിപ്പീൻസിലെ HIVയുടെ വ്യാപനവും രോഗവ്യാപനത്തിന്റെ നിലവിലെ സാഹചര്യങ്ങളും അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വിദേശ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കാൻ ബഹ്റൈൻ പ്രതിരോധ നടപടികൾക്ക് മുൻഗണന നൽകുന്നുണ്ടെന്നും MP അൽ അഹമ്മദ് കൂട്ടിച്ചേർത്തു. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. പീരിമേഡ് MLAയും AITUC നേതാവുമായിരുന്ന വാഴൂർ സോമന്റെ നിര്യാണത്തിൽ ബഹ്റൈൻ നവകേരള അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഇടതുപക്ഷ ഐക്യത്തിന്റെ ശക്തനായ വക്താവും പോരാളിയുമായിരുന്നു വാഴൂർ സോമൻ. ഇടതുപക്ഷ തൊഴിലാളി പ്രസ്ഥാനത്തിനും അദ്ദേഹത്തിന്റെ വിയോഗം വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അനുശോചന യോഗത്തിൽ വിവിധ നേതാക്കൾ അഭിപ്രായപ്പെട്ടു.
ജിമെയിൽ ഉപയോക്താക്കൾക്ക് നിർണായക മുന്നറിയിപ്പ് നൽകി ഗൂഗിൾ. അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാൻ ഉടൻ തന്നെ പാസ്വേഡുകൾ മാറ്റണമെന്നും ഗൂഗിൾ ആവശ്യപ്പെട്ടു. ഹാക്കർമാർ ഹാക്ക് ചെയ്യപ്പെട്ട പാസ്വേഡുകൾ ചൂഷണം ചെയ്യുന്നുണ്ടെന്നും ഇത് വിജയകരമായ അക്കൗണ്ട് നുഴഞ്ഞുകയറ്റങ്ങൾക്ക് കാരണമാകുമെന്നും ഗൂഗിൾ പറഞ്ഞു. അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാൻ എല്ലാ ജിമെയിൽ ഉപയോക്താക്കളും പാസ്വേഡ് എത്രയും പെട്ടെന്ന് കരുത്തുറ്റതാക്കണമെന്നാണ് ഗൂഗിൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 25% അധിക തീരുവയടക്കം മൊത്തം 50% തീരുവ നടപടിയിൽ കടുത്ത നിലപാട് തുടർന്ന് അമേരിക്ക. തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യയെ പരാമർശിച്ച് അമേരിക്ക നോട്ടീസും പുറത്തിറക്കി. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ച അധിക തീരുവ ബുധനാഴ്ച അർദ്ധരാത്രി, അതായത് ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാവിലെ 9:30 പ്രാബല്യത്തിൽ വരുമെന്നാണ് നോട്ടീസ് വ്യക്തമാക്കുന്നത്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വകുപ്പാണ് നോട്ടീസ് പുറത്തിറക്കിയത്. റഷ്യ യുക്രൈൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുവ നടപടിയെന്ന് നോട്ടീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തീരുവ വർധനയ്ക്ക് പ്രതികാരമായി US ഉൽപ്പന്നങ്ങൾക്ക് മേൽ പ്രതികാര തീരുവകൾ ഏർപ്പെടുത്തുന്നത് ഇന്ത്യ പരിഗണിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയവും സൂചിപ്പിച്ചു. അധിക തീരുവ ബാധിക്കാനിടയുള്ള മേഖലകൾക്ക് പാക്കേജ് ആലോചിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗവും ചേരും. എത്ര സമ്മർദ്ദമുണ്ടായാലും കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ചെറുകിട ഉത്പാദകരുടെയും താൽപര്യം സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പങ്കെടുക്കില്ല. സ്റ്റാലിന് പകരം മറ്റ് 2 മന്ത്രിമാർ പങ്കെടുക്കും. തമിഴ്നാട് ദേവസ്വം മന്ത്രി PK ശേഖർ ബാബു, IT മന്ത്രി പഴനിവേൽ ത്യാഗരാജൻ എന്നിവരാണ് പങ്കെടുക്കുക. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാലാണ് സ്റ്റാലിൻ പങ്കെടുക്കാത്തതെന്നാണ് വിശദീകരണം. സ്റ്റാലിൻ വന്നാൽ തടയുമെന്ന് BJP പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ CPIM സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നത് നാടകവും ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതുമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. വീണ്ടും ഒരു ഇടവേള. ഓണനാളിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം 1, പൊന്നോണത്തിന്റെ വരവറിയിച്ച് അടുത്ത 10 ദിവസം വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം ഉയരും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഇനി ആഘോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ദിനരാത്രങ്ങളാണ്. സമഭാവനയുടെ സന്ദേശമോതുന്ന തിരുവോണത്തിനായി മാവേലിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. തുല്യതയുടെയും സമത്വത്തിന്റെയും ആഘോഷമാണ് ഓണമെന്ന് വിളംബരം ചെയ്ത് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയോടെ ഓണാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമായി. രാവിലെ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി MP രാജേഷ് അത്തച്ചമയം ഉദ്ഘാടനം ചെയ്തു. ഇനി 10 ദിവസം നീളുന്ന ആഘോഷങ്ങളുടെ ഔപചാരിക തുടക്കം കൂടിയാണ് അത്തച്ചമയം. മന്ത്രി P രാജീവ് അത്തപ്പതാക ഉയർത്തി. നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. K ബാബു MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫ്രാൻസിസ് ജോർജ് MP, അനൂപ് ജേക്കബ് MLA, ജില്ലാ കളക്ടർ G പ്രിയങ്ക, നടൻ രമേശ് പിഷാരടി, മുനിസിപ്പൽ ചെയർമാൻ രമ സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്തു. മാവേലിയെ ഇത്തവണ വൃത്തിയുടെ ചക്രവർത്തിയായി കൂടിയാണ് പരിഗണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൃപ്പൂണിത്തുറ ഇന്ന് ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമാണെന്നും അത്രത്തോളം മികവോടെ അത്തച്ചമയം സംഘടിപ്പിക്കപ്പെടുമെന്നുണ്ടെന്നും മന്ത്രി P രാജീവ് കൂട്ടിച്ചേർത്തു. ISLനെ ചുറ്റിപ്പറ്റിയുള്ള പ്രതിസന്ധികൾ അവസാനിക്കുന്നു. ISL ഒക്ടോബർ 24 തുടക്കമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. വേദികളുടെ ലഭ്യത നോക്കാൻ ക്ലബ്ബുകൾക്ക് AIFF നിർദ്ദേശം നൽകി. മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെന്റിന്റെ കാര്യത്തിൽ തൽസ്ഥിതി ഈ സീസൺ അവസാനം വരെ തുടരാൻ AIFFും FGSLും ധാരണയിൽ എത്തിയിരുന്നു. ഇക്കാര്യം മറ്റന്നാൾ സുപ്രീം കോടതിയെ അറിയിക്കും. ഇതിനു പിന്നാലെയാണ് വേദികളുടെ കാര്യത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തിപ്പുകാരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെന്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമാണ് ലീഗിന്റെ നടത്തിപ്പിനെ പ്രതിസന്ധിയിലാക്കിയത്. 2025 സെപ്റ്റംബറിൽ ISL തുടങ്ങുമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഡിസംബറിൽ കരാർ അവസാനിക്കുമെന്നത് ലീഗിന്റെ ഭാവിയെ പ്രതിസന്ധിയിലാക്കി. എന്നാൽ ISL 12ാം സീസൺ നടക്കുമെന്ന് AIFF പ്രസിഡന്റ് കല്യാൺ ചൌബെ നേരത്തെ അറിയിച്ചിരുന്നു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലെവൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.